Hey guys, welcome back to my new video. ഇതപ്പോൾ നമ്മളിന്ന് ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്പോണൻറ്റിനെ കാണിച്ചത് എന്തായാലും സീൻസ് ആണ് 4-1-1-4 ഇട്ടേക്കുന്നത്. ഫുള്ള് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും സാബിൻ്റെ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും മാച്ച്. കാരണം ഫോർമേഷൻ തന്നെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഫോർമേഷൻ നമ്മൾ അതുപോലെ തന്നെ ഇന്ന് എന്താ പറയുക, നമ്മുടെ ആ മാനേജറെ മാറ്റിയിട്ടോ. ലൂയിസ് റോമനെ നമ്മൾ പണ്ടത്തെ മാനേജറിലേക്ക് ചെയ്തത്. അപ്പം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. കാരണം നമ്മൾ ആദ്യം ലൂയിസ് റോമനെ വെച്ച് നമ്മൾ പിന്നെ കളിച്ചപ്പോൾ എക്സ്പോസിഷൻ ഒന്നും റെഡിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാനേജറുടെ അടുത്ത് മാറ്റിയത്. കാരണം മാനേജറുടെ അടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ചിലപ്പം മാച്ചിൽ അതിൻ്റേതായ ചിലപ്പം എന്താ പറയുക ഇത് കയറും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടത്. നമുക്ക് ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാകും നോക്കാം. അങ്ങനെ മാനേജർ മാറ്റിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് മാച്ചാണ്. അങ്ങനെ ബാർസലോണ വേഴ്സസ് ടോട്ടൻഹാം ഗൈസ്. അപ്പോൾ സണ്ണൊക്കെ ഉണ്ട്, എന്തായാലും നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടച്ച് നമുക്ക് തന്നെ ഇരിക്കുന്നിട്ട് കാരണം നമ്മളെ ഇതാക്കി. ഓക്കെ, ബാർസലോണ മെസ്സി ടു എപ്പോഴത്തേം പോലെ കേസ്മെറോ ടു മെസ്സി, വീണ്ടും ബാക്കോട്ട് ഗൈസ് ബെല്ലിംഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ, റുഡ്രിഗർ ടു മാർട്ടിനസ്. കോസ്റ്റേട്ടാ ഷോട്ട് കിമി എടുത്തിട്ടുണ്ട് കക്കറിലെ. ഓക്കെ, മെസ്സിയിലേക്ക് വീണ്ടും നെയ്മർ ടു അത് ഏതായിരുന്നു മാജിക്ക് അത്. പിന്നെ ഓക്കെ, എന്താ ഓഫ് സൈഡ് ആയിരുന്നു അവൻ. എനിക്കൊന്ന് കയറി വന്ന് അടിച്ച് ചെയ്ത അത് തന്നെ, കയറി വന്ന് അടിച്ചുകൊണ്ടാണ് ഇത് വിളിച്ചത്. ഓക്കെ, എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രൂണോ ടു, എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വലിയ പാസ് കൊടുക്കാം. ബ്രൂണോ ടു. ഓക്കെ, വീണ്ടും കിമ്മിച്ചിലേക്ക് കിട്ടിയിട്ടുണ്ട്. പോയി കോസ്റ്റേട്ടാ. ഓക്കെ, കോസ്റ്റേട്ട വീണ്ടും കോസ്റ്റേട്ട തന്നെ. വാൻഡിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കോസ്റ്റേട്ട ടു കേസ്മെറോ ടു മാർട്ടിനസ്. ബ്രൂണോ ഫെർണാണ്ടസ്. എന്തിനാണ് അവിടെ നിൽക്കുന്നത്? കോസ്റ്റേട്ട വീണ്ടും കേസ്മെറോ. ഹെഡിങ് പരിപാടി സമ്മതിക്കില്ല ഗൈസ്. നമുക്കിവിടെ അറ്റാക്കിങ് ഇല്ലാണ്ട് കളിക്കെന്തെങ്കിലും വ്യത്യാസം ഉണ്ട് കേട്ടോ. കേസ്മെറോ കോസ്റ്റേട്ട അവിടുന്ന് ഷോട്ട് കല്ലേ ടു കിമ്മിച്ച്. അവിടെ ഒരു അറ്റാക്കിങ് ബില്ലിംഗത്തിനും പിടിച്ചു. കിമ്മിച്ച് ടു മെസ്സി ടു മാർട്ടിനസ്. വരുന്നുണ്ട് എൻ്റെ പോലെ അറ്റാക്കിങ് ഡിലൈറ്റ്. കിമ്മിച്ച് ടു നെയ്മർ ടു വീണ്ടും പെഡ്രി ടു നെയ്മർ. ഇല്ല, റുഡ്രിഗർ എടുത്തിട്ടുണ്ട്. ഓക്കെ, റുഡ്രിഗർ എടുത്തിട്ടുണ്ട്. മാർട്ടിനസ്, ആൻഡിക്ക്, ബെല്ലിംഗം ടു കക്കറിലെ വരുന്നുണ്ട് ഗൈസ്. സൈഡ് ക്രോസ് ആണല്ലോ എൻ്റെ മോനെ. ഹെഡിങ് അവിടെ ഹെഡിങ് വന്നതിനിപ്പോൾ പണിയും കിട്ടിയാൽ ഗൈസ്. അപ്പോൾ എന്തായാലും അവിടുത്തെ റൊണാൾഡോ കേട്ടോ ക്യാപ്റ്റൻ. ടോട്ടൻഹാംപ്ടന്റെ ക്യാപ്റ്റൻ റൊണാൾഡോ ആണ്. എന്തായാലും നോക്കാം. ഇവിടെ മെസ്സിയും. ഓക്കെ, ഇപ്പോൾ മെസ്സി ഫാൻസും റൊണാൾഡോ ഫാൻസൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നിങ്ങൾ ആരുടെ ഫാനാണെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും കിട്ടിയിട്ടുണ്ട്. കേസ്മെറോ, റൊണാൾഡോ, ലൂയിസ് ഫിഗോ ഒക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വരെ എത്താൻ പറ്റുന്നില്ല കേട്ടോ, സീനാണ് ഗൈസ്. വീണ്ടും മാർട്ടിനസ്, പെഡ്രി, കോസ്റ്റേട്ട, മാർട്ടിനസ്, ബ്രൂണോ. അവിടെ ഒരു അറ്റാക്കിങ്. പെഡ്രി ടു നെയ്മർ. റുഡ്രിഗർ എടുത്തിട്ടുണ്ട് ഗൈസ്. റുഡ്രിഗർ ടു ഓക്കെ ബ്രൂണോ ഫെർണാണ്ടസ്. ബെല്ലിംഗം. റുഡ്രിഗർ ഇട്ടിട്ടുണ്ട്. റുഡ്രിഗർ ടു മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ചാൻസ് ആണെന്ന് തോന്നുന്നു. ഫെർണാണ്ടസ്, മാർട്ടിനസ്, മെസ്സി. എൻ്റെ മോനെ ഗൈസ്, നല്ലൊരു പാസ് കേട്ടോ. 42-ാം മിനിറ്റിൽ അങ്ങനെ നമ്മൾ ആദ്യത്തെ പോയിട്ടിരിക്കുകയാണ്. അത് നല്ലൊരു വരവാട്ടോ. ഈ വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു പാസിങ് നൈസായിരുന്നു ഗൈസ്. ആ ഒരു അസിസ്റ്റ് പരിപാടി. എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ മാനേജറെ മാറ്റിയിട്ട് ആദ്യത്തെ പോയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഹാഫ് ടൈം അവനാവുന്നു. അവരും കയറി വരുന്നുണ്ട്. കർലെ ടു മെസ്സി. കേസ്മെറോട്ട് കിട്ടുന്നുണ്ട് ഷോട്ട്. ഓക്കെ, വീണ്ടും ഒരു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മാർട്ടിനസ് ടു ബ്രൂണോ ഫെർണാണ്ടസ്.
നല്ലോണം മാച്ച് ഒന്ന് കളിച്ച് വരികയാണ്. അപ്പത്തേന് ഹാഫ് ടൈം വിളിച്ചല്ലോ. ഷോട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടനമാണ് ഗൈസ് ഷോട്ട് കൂടുതൽ. 2 ഷോട്ട് നമ്മളൊന്നായിരുന്നു. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യാം. അൽവാരസിനെ വെച്ചാലെന്നുണ്ട്. അതുപോലെ തന്നെ ജെറാഡ് ഉണ്ട്, സ്നാബി ഉണ്ട്. ഗൈസ് നമുക്ക് ന്യൂ കാർഡൊന്നും കിട്ടിയില്ല കേട്ടോ. കാരണം നമ്മൾ നോക്കിയായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. 100 കോയിനൊക്കെ പോയി. എന്നാലും സാരില്ല, നമ്മൾ ഇനിയും ശ്രമിക്കും. ഗൈസ് മെഗലിനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജെറാഡിനെ വെച്ചു, അൽവാരസിനെ വെച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പത്തേക്ക് തൽക്കാലം ഇവര് മതിയും തോന്നുന്നു. ഗൈസ് നമുക്ക് നോക്കാം. എന്തായാലും ഹാഫ് ടൈമിന് ശേഷം എങ്ങനെ ഉണ്ടാവും നോക്കാം കേട്ടോ മാച്ച്. കാരണം എന്താ പറയാ, ഓപ്പോണന്റ് പല കളികളിലും ഹാഫ് ടൈമിന് ശേഷം നന്നായിട്ട് വരും ഗൈസ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല നേരത്തെ എന്താവും. നമുക്ക് നോക്കാം. ഓക്കെ, ഫെർണാണ്ടസ് കോസ്റ്റോട്ട് അറ്റാക്ക് ചെയ്യുന്ന നെയ്മർ. നെയ്മർ ടു ബ്രൂണോ ഫെർണാണ്ടസ്. നല്ലൊരു വരവ് എഴുതുന്നില്ല, അത് വേണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. പണി പാളി. കിമി ടു കേസ്മിറോ ടു ജെറാഡ് ടു അക്കറിലെ. നല്ലൊരു ഒരു അൽവാരസ്. അൽവാരസ് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അൽവാരസ് ബാക്ക് അക്കറിലെ. വീണ്ടും നമുക്ക് കിട്ടിയിട്ടില്ല. ജെറാഡ് ഗൈസ്. അൽവാരസ്. അതെ, നല്ലൊരു വരവാണല്ലോ. നല്ലൊരു ഇത് വന്നായിരുന്നു കേട്ടോ. വീണ്ടും കിട്ടിയിട്ടുണ്ട് ജെറാഡ്. കീം അറ്റാക്ക് ചെയ്യുന്നത് വീണ്ടും. നല്ലൊരു മെഗല്ലൻ കർലെ. റോസ് മെസ്സി ആണെന്നില്ല, ഫെർണാണ്ടസ് എടുത്താണ്. വീണ്ടും നമുക്ക് തന്നെ മെഗല്ലൻ, ഫെർണാണ്ടസ് ടു ഷോട്ട് കർലെ. ത്രോയിങ് കിട്ടിയിരിക്കുകയാണ് അവർക്ക്. കിമി ടു നമുക്ക് തന്നെ ഇടുന്ന റോഡ്രിഗർ ടു ബ്രൂണോ ഫെർണാണ്ടസ്. അറ്റാക്ക്. മെഗല്ലൻ നല്ലൊരു നെയ്മർ ടു മെസ്സി. എൻ്റെ മോഹനെ ഗൈസ്. അങ്ങനെ 65 മിനിറ്റിൽ നമ്മൾ തന്നെ അടുത്ത ഗോൾ അടിച്ചിട്ടുണ്ട് മെസ്സി തന്നെ. ഹാർഡറൊക്കെ അടിക്കുക മെസ്സിൻ്റെ. നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവുന്നത്. എന്തായാലും നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട്. 2 ഗോളുകൾ മെസ്സി തന്നെയാണ്. ഓക്കെ, ഫെർണാണ്ടസ്. നമ്മൾ ബാൻഡിജിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമ്മളെ കളിക്കാർ ഫോമാട്ടോ. അക്കറിലെ ഹക്കീമിലോട്ട് പോയി. അതൊരു വെറും ഇത് മാത്രമായി. പോസ്റ്റേട്ട ട്രിഗർ എടുത്തിട്ടുണ്ട്. ഷോട്ട് ടു ഫെർണാണ്ടസ്. അത് കിട്ടിയിട്ടില്ല, ഡിലൈറ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും അടിച്ചത് അത് ഫെയിക്ക്, ഒരു ഇതായി പോയി. വീണ്ടും അൽവാരസിലേക്ക്. അൽവാരസ് ടു അക്കറിലെ. ഓക്കെ, വീണ്ടും അൽവാരസിലേക്ക്. അൽവാരസ് ടു ഓക്കെ. അത് സംഭവം എന്താ വെച്ചാൽ ത്രോ ഇട്ടാണ്, പക്ഷെ മാറിപ്പോയി. കോർണർ കിക്കിലേക്ക് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 76 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെ എന്താ പറയുക, ഓപ്പോണന്റ് പക്ഷെ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളങ്ങനെ അറ്റാക്കിങ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇറക്കാമോ തോന്നുന്നു. ഓക്കെ, ഇറക്കാം. നമുക്ക് എന്തായാലും നോക്കാം കോർണർ കിക്ക് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നോക്കാം ഗൈസ്. ഓക്കെ, അടിയോളയാണെന്ന് തോന്നുന്നു. കുണ്ടകൻ അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ജെറാഡിലേക്ക് പോയിട്ടില്ല. റൊണാൾഡോ. ജെറാഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. നല്ലൊരു ചാൻസാണ് മെസ്സി. എൻ്റെ മോനെ ഇന്നത്തെ ഗൈസ്. അങ്ങനെ 78 മിനിറ്റിൽ മെസ്സി വീണ്ടും ഗോളടിച്ചു ഗൈസ്. ഇന്ന് ഹാട്രിക്ക് അടിച്ചിട്ടുണ്ട്. എന്തായാലും മെസ്സി പൊളിച്ചു ഇന്നത്തെ മാച്ച് കേട്ടോ. ജെറാഡാണ് ഗൈസ് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് മെസ്സി. ഗൈസ് എന്തായാലും ഇന്നത്തെ മാച്ച് പൊളിച്ചു. 3 ഗോളുകൾക്ക് നമ്മൾ ടോട്ടനത്തിനെ തകർത്തിട്ടുണ്ട്. എന്തായാലും മാനേജറെ മാറ്റിയിട്ട് നമുക്ക് ഗുണമുണ്ട് ഗൈസ്. പണി പാളി ഗൈസ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഓപ്പോണന്റ് പോയിട്ടുണ്ട്. ഒന്നെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഓപ്പോണന്റ് പോയിട്ടുണ്ടാവും. ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഓപ്പോണന്റ് പോയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ, ബൈ.